ഹലോ, അപ്പോൾ ബേബിമോളുടെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു സൺസെറ്റ് അടുപ്പിച്ച് ഞങ്ങളവിടെ എത്തി. ഭയങ്കര ടയേർഡായിരുന്നു. അത് കാരണം കയറുന്ന ടൈമിലുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. ലൈക്ക് ഹോട്ടലിൻ്റെ മുന്നിലുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു, പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റില്ല. നോക്കി എന്ത് ബ്യൂട്ടിഫുള്ളാണ്, നല്ല രസമുണ്ടായി അവിടെ. പിന്നെ ഒരു കാടിൻ്റെ ഫീലൊക്കെ ആയിരുന്നു, നിറച്ച് ചീവീടിൻ്റെ ഒച്ചയൊക്കെ ആയിട്ട് നല്ല ആംബിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഓരോ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ചേട്ടൻ അതൊക്കെ ചെയ്തു. കയറി വന്നപ്പോൾ ഈ ചന്ദനമൊക്കെ തൊടിയിച്ച് വെൽക്കം ചെയ്തായിരുന്നു, പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല. എനിക്ക് മെയിൻ അട്രാക്ഷനായിട്ട് തോന്നിയത് നല്ല വലിയ വിൻഡോസ് ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ വുഡിൽ ചെയ്തെടുത്ത ഓരോ ഇൻറ്റീരിയേഴ്സും സൂപ്പറായിരുന്നു. ഈ വലിയ ചെസ് ബോർഡും സൂപ്പറായിരുന്നു കേട്ടോ. എനിക്കപ്പോൾ കളിക്കണമെന്ന് ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ച് വെച്ചിട്ടുണ്ടായി. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഇവരുടെ. പിന്നെ താഴേക്കാണ് ഇങ്ങനെ റൂംസ് വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ താഴേക്കായിട്ടാണ് റൂംസ് വരുന്നത്. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് മിസ്സായി. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമുക്ക് ഈ സമയത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റിയത് തന്നെ ഭാഗ്യം. അപ്പോൾ ടൈമിൽ എത്താൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു. ഏത് ആംഗിളിൽ നോക്കിയാലും നല്ല അടിപൊളി മഞ്ഞു, നല്ല തണുപ്പ്, അതുപോലെ തന്നെ നല്ല ഗ്രീനറി, നല്ല വ്യൂ, എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ റൂം താഴേക്കായിരുന്നു. അപ്പോൾ ഓരോ ഫ്ലോറിൽ ഞങ്ങളിങ്ങനെ വ്യൂ ഒക്കെ കണ്ട് പതുക്കെയാണ് റൂമിലേക്ക് പോയത്. സ്വിമ്മിംഗ് പൂള് കണ്ടപ്പോൾ തന്നെ ഞാനും ചേട്ടനും മനസ്സിൽ ഉറപ്പിച്ചു ഫസ്റ്റ് ആക്ടിവിറ്റി അത് തന്നെയാവാന്ന്. പിന്നെ ഞങ്ങൾ കാണിച്ചത് ഓപ്പൺ ടെറസാണ്. ആ ഒരു ആംബിയൻസും വ്യൂവും കണ്ടോ, എന്ത് രസമാണ്. നേരിട്ട് കാണാൻ ശരിക്കും അടിപൊളിയാണ് കേട്ടോ. ഇത് മിക്കവാറും ഓഫ് സീസൺ ആയിരിക്കും, പക്ഷെ എനിക്കിങ്ങനെ നല്ല മഴയുള്ള ടൈമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം. ആ സമയത്ത് കാഴ്ചകൾ കാണാനും നോക്കിയ ഈ മഞ്ഞും ഈ തണുപ്പ് പ്രകൃതി ഒക്കെ കാണാൻ അടിപൊളിയല്ലേ. അപ്പോൾ എനിക്ക് ഈ ടൈമാണ് ഇഷ്ടം. ഞങ്ങൾ മുന്നേയും പോയിക്കുന്ന സ്റ്റേക്കേഷനൊക്കെ മിക്കവാറും ഈ റെയിനി സീസണിലായിരിക്കും. കുറേ നേരം ടെറസിൽ തന്നെ നിൽക്കാൻ തോന്നി, കാരണം ആ ഒരു വ്യൂ ദൂരേന്ന് നോക്കി ആ വണ്ടികൾ പോണതും ആ മലയിൽ കൂടെ ഒക്കെ സൂപ്പറായിരുന്നു. പിന്നെ ഈ ഹോട്ടലിൻ്റെ അകത്തായിട്ട് ഒരു വാട്ടർഫാള്, ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ റൂമിൽ കയറി നോക്കിക്കേ, ഇങ്ങനെയൊക്കെ ആയിരുന്നു റൂമിൻ്റെ ഒരു സെറ്റിംഗ് വരിക. ചേട്ടന് ഇപ്പോഴൊന്നും ഇരിക്കാൻ പറ്റിയത് സമാധാനമായിട്ട്. വ്യൂ നല്ല രസമായിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഡെക്കോ കാണണം. കറക്റ്റ് 5 റോസാപ്പൂ വെച്ചേക്കണം. എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വെച്ചിട്ടുണ്ടായി. ആൻഡ് ടീ കോഫി സെറ്റ് അതൊക്കെ ഫുൾ അവിടെ ഉണ്ടായി. അപ്പോൾ റോസ് അങ്ങനെ വെച്ചേക്കണത് എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ഉടനെ തന്നെ തീരുമാനിച്ചു എനിക്കത് നശിപ്പിക്കണം എന്ന്. അപ്പോൾ ഞാൻ തന്നെ ബെഡ് അങ്ങ് സെറ്റ് ചെയ്തു. കുറേ നേരം ഞാൻ അതിൽ തന്നെ ചാടിത്തുള്ളി നടക്കായിരുന്നു. ഈ റോസാപ്പൂ ഒക്കെ ഇട്ടിപ്പോഴേക്കില്ലേ ഒരു ബേബി മൂഡൊക്കെ ആയത്. പിന്നെ ഞങ്ങൾ രണ്ടാളും പൂളിൽ പോകാനായിട്ട് റെഡിയായി. ഞങ്ങൾക്ക് രണ്ടാൾക്കും സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നറിയാതെ ഇവിടെ എത്തി അങ്ങനെ പാറി പറന്ന് നടക്കുകയാണ്. ചേട്ടനാണ് എൻ്റെ മൊത്തം സ്ട്രെസ്സ്. എല്ലാം റെഡിയാണോ നോക്കുന്നു, നടക്കാനും ഒക്കെ സേഫാണോ, എല്ലാം സെറ്റാണോ എന്നൊക്കെ നോക്കി അങ്ങനെ ഒരു സ്ട്രെസ്സിലാണ് ചേട്ടൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പൂളെത്തി കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ അവിടെ ഇച്ചിരി വഴുക്കോന്നൊക്കെ ഒരു പേടി. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കങ്ങനെ ഫ്രീ ആയിട്ട് പണ്ടത്തെ പോലെ നടക്കാനൊന്നും പറ്റില്ല എന്ന്. അപ്പോൾ ഞാനവിടെ കരയിൽ തന്നെ നിന്ന് ചേട്ടനെ എൻജോയ് ചെയ്യണതും കണ്ടു നിന്നു.
കുറച്ചു നേരം ഇങ്ങനെ നിൽക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പിന്നെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പം അതൊക്കെ ഇങ്ങനെ ഞാൻ നോക്കി അങ്ങനെ പൂളിലൊന്ന് ഇറങ്ങി, ജസ്റ്റ് ഒന്ന് ഇറങ്ങി, പിന്നെ ഞാൻ അപ്പം തന്നെ കയറി. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ റൂമിൽ പോയി ചേഞ്ച് ചെയ്തു. നല്ല വിശപ്പായി. അപ്പോൾ ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞ് പോയി. അപ്പോഴായിരുന്നു നല്ലൊരു സർപ്രൈസ്. ഇപ്പോൾ ആരാ കൂടുതൽ ടയേർഡെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. എനിക്ക് ചെറുതായിട്ട് തലവേദനയൊക്കെ എടുക്കാതെ തുടങ്ങി. സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിങ്ങനെ കുതിരയായി റെഡി ആവില്ലായിരുന്നു. അപ്പോൾ നല്ലൊരു ടേബിളായിരുന്നു, നല്ലൊരു കോർണർ, പെർഫെക്റ്റ് വ്യൂ. എനിക്കിങ്ങനെ റൊമാൻറ്റിക് ഡേറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി ടൈമായിരുന്നു അത്. സ്റ്റാഫൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോന്നായിട്ട് വരാൻ തുടങ്ങി. ടേബിൾ അവർ ശരിക്കും എന്താ പറയുക, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തു. വാസ് റിയലി റൊമാൻറ്റിക്. ലൈവ് മ്യൂസിക് ഉണ്ടായി ഒരു സൈഡിൽ. എനിക്ക് പക്ഷെ എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഷൈ ആയിരുന്നു. പുറത്താണെങ്കിൽ നല്ലൊരു ചാറ്റൽ മഴയൊക്കെ ആയിട്ട് എന്താ പറയുക, നല്ലൊരു ഡ്രീം കം ട്രൂ മൊമെൻറ്റ്. ഇങ്ങനെ ഒരുപാട് ഡ്രീം കം ട്രൂ മൊമെൻറ്റ്സ് ചേട്ടൻ എനിക്ക് തന്നിട്ടുണ്ട്. ബട്ട് യെസ്, ഇങ്ങനെ ഇതും സൂപ്പർ സൂപ്പർ കെ ഉപ്പർദാ. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, മനസ്സറിഞ്ഞ് പെരുമാറുന്ന ഒരു കെട്ടിയോൻ എന്നുള്ളത് ശരിക്കും ഒരു ഗേളിൻ്റെ ലൈഫിൽ ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് ആണ്. ചേട്ടൻ്റെ ഡാഡിയും അങ്ങനെ തന്നെയായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട് മമ്മിയുടെ അടുത്തുനിന്ന്. പിന്നെ കുറേ നേരം സംസാരിച്ചിരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. കാരണം ഒന്നാമത്തെ നല്ല വിശപ്പുണ്ടായി, വെയിറ്റ് ചെയ്യാനൊന്നും പറ്റണ്ടായില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, ഫുഡ് കഴിക്കായിരുന്നു. അങ്ങനെ വീഡിയോ ഒന്നും സ്പെഷ്യലായിട്ട് പിന്നെ എടുത്തൊന്നുമില്ല. ഒരു സൂപ്പിൽ തുടങ്ങി, പിന്നെ എന്തൊക്കെയായിരുന്നു എന്ന് ഒരു പിടിയില്ല. അങ്ങനെ കുറച്ച് ഡെസേർട്ടൊക്കെ കഴിച്ച് അവസാനിപ്പിച്ചു. പിന്നെ കുറേ ഉണ്ടായി. നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു, രക്ഷയുണ്ടായില്ല. അവരെല്ലാം നമുക്ക് വീഡിയോ എടുത്തുതരാം, ഫോട്ടോ എടുത്തുതരാം, ഫുള്ള് നമ്മൾ അറ്റൻഡ് ചെയ്യില്ലായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചൊക്കെ ഒരു ബോധമില്ലാണ്ടായി. ഹലോ ഗായ്സ്, ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. നല്ലൊരു സ്വീറ്റ് കാൻഡിൽ ലൈറ്റ് ഡിന്നറായിരുന്നു, സ്വീറ്റ് സർപ്രൈസ്. ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ശക്തി ഇട്ടണമെന്ന് ആലോചിച്ച് ചേട്ടൻ വണ്ടറടിച്ചിരിക്കുകയാണ്. ആള് ശരിക്കും ടയർഡായി, അവശത്തി. It was a wonderful surprise. എനിക്ക് അറിയില്ലായിരുന്നു മൂന്നാറാണ് വരുന്നതെന്ന്. ചേട്ടനൊരു തളർച്ച. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് എൻ്റർടൈൻ ചെയ്ത് കളയാമെന്ന്. പിന്നെ ഞങ്ങൾ നേരെ കുറച്ച് ഗെയിംസ്, ഈ ഗെയിമിൻ്റെ പേരെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, സ്കൂളിൽ കളിക്കാറുള്ളതാണ്. അപ്പോൾ ആ ഗെയിം കളിക്കാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ കളിച്ചാട്ടി ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞല്ലേ, ഇനി ഒരു കളി വേണോ? കളിച്ചു ഒരു കളിയും കൂടി കളിക്കും. മാവ കളിച്ചിട്ടേ എനിക്ക് തരണ്ടോ? കണ്ട അഹങ്കാരം. അല്ല, അങ്ങനെയാണ്. അല്ല, ഇതാ ഇത്ര ആലോചിക്കാൻ എന്താ, കളിച്ചങ്ങോട്. ഞാൻ പറഞ്ഞ ഞാൻ ബാക്കി ഒരെണ്ണം തരുന്ന, ഒന്നും വരുന്നില്ല. അതെനിക്കറിയാം. ഞാൻ ഫസ്റ്റ് ബാക്കി കൊടുക്കും, ബാബു അതെനിക്ക് മൾട്ടിപ്ലൈ ചെയ്ത് തരും. എവിടെ കളിക്കുന്നത് എനിക്കത് കാണണം. കാരണം അതാ ഞാൻ കുത്തിയോട്ട് ചോദിച്ചേ. ബാബു